والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ ഫാത്തിഹയുടെ പഠനത്തിന് ശേഷം 114 അധ്യായമായ സൂറത്തുൽ നാസിന്റെ പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ നാസിന്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫളായിലുകൾ, മറ്റ് സൂറത്തുകളിൽ നിന്ന് സൂറത്തുൽ നാസിനുള്ള പ്രത്യേകത, അത് പ്രത്യേകം പാരായണം ചെയ്യൽ സുന്നത്തുള്ള സമയങ്ങൾ, സന്ദർഭങ്ങൾ, ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ റെക്കോർഡിംഗ് അത് കേട്ട് അത് പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം നമ്മൾ ഇനി അത് ആവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് പഠിക്കണമെന്ന ഒരാഗ്രഹം, അർത്ഥം പഠിക്കുക എന്നതിലുപരി, ഈ ചെറിയ ചെറിയ സൂറത്തുകളുടെ അർത്ഥം പഠിക്കുക എന്നതിലുപരി, അർത്ഥം ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ചെറിയ സൂറത്തുകളൊക്കെ അർത്ഥം ഒരുക്കൊക്കെ എല്ലാവർക്കും അറിയും. പക്ഷെ അതിലും അപ്പുറം മുഫസ്സലായ സൂറത്തുകളെ പ്രത്യേകം പഠനവിധേയമാക്കുക എന്നത് ഒരു വിശ്വാസി നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ്? എന്താണ് മുഫസ്സലായ സൂറത്ത് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിൽ 4 ടൈപ്പ് സൂറത്തുകളാണ്. അതിലൊന്ന്, ആദ്യത്തെ 7 സൂറത്തുകൾ വലിയ സബഉൽ തിവാൽ എന്നാണ് അറിയപ്പെടുക. സബഉൽ തിവാൽ. പിന്നെ അൽ മിഊൻ, 100-ന് മുകളിൽ ആയത്തുള്ള സൂറത്തുകൾ. പിന്നെ അൽ മസാനി എന്ന് പറയപ്പെടുന്ന താഴെ ഏറ്റവും ചെറിയ സൂറത്തുകൾക്കാണ് സൂറത്തിൽ മുഫസ്സലായ സൂറത്ത് എന്ന് പറയുന്നത്. ഈ സൂറത്തുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഹ്റാക്കിയുള്ള നമസ്കാരങ്ങളിൽ ആവർത്തിച്ച് പാരായണം ചെയ്തിരുന്നത്. മുഅ്മിനീങ്ങളെ ആവർത്തിച്ച് കേൾപ്പിച്ചിരുന്ന സൂറത്തുകൾ മുഫസ്സലായ സൂറത്തുകളാണ്. അതുകൊണ്ടാണ് ഈ മുഫസ്സലായ സൂറത്തുകൾ നല്ലോണം ചിന്തിച്ച് ആലോചിച്ച് തദബ്ബുർ ചെയ്ത് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം. മുഅവ്വദത്തൈനി, സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും ദിനേന നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 സൂറത്താണെന്ന് പറഞ്ഞു. പ്രത്യേകം ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ പാരായണം ചെയ്ത് പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞു. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെങ്കിൽ എങ്ങനെയാണ് ഈ സൂറത്തുകളൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എന്തും വർദ്ധിക്കണം എന്ന്, കൂടണം എന്ന് നമ്മളൊക്കെയും സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഈമാനാണ്. ഈമാൻ കൂടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, സത്യസന്ധമായ ആഗ്രഹം. കാരണം നമ്മുടെ ഈമാനിനെ കുറിച്ച് ശരിക്ക് ബോധമുള്ള ആൾക്കാർ നമ്മൾ തന്നെയാണ്. നമ്മളെ ഈമാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാം നമ്മൾ വേറെ ഒരാളെ ഈമാനെ നമ്മൾ അളക്കാൻ പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വേറൊരാളെ ഈമാനെ നമ്മൾ അളക്കരുത്. നമ്മൾ എപ്പോഴും അളക്കേണ്ടത് നമ്മുടെ ഈമാനാണ്. സ്വന്തം ഈമാൻ അളന്നുകൊണ്ടേയിരിക്കണം. ആ ഈമാൻ അളക്കാൻ പല മാനദണ്ഡങ്ങളുണ്ട്. ഈമാൻ അളക്കാൻ നമ്മളെ ഈമാനെ നിൽക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്, എത്ര ഉയരത്തിലാണ് ഈമാൻ ഉണ്ടെങ്കിൽ എത്ര താഴ്ചയിലാണ് ഈമാൻ ഉള്ളതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. അതിന് ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ആ അടയാളങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഈമാൻ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ് നമ്മളെ മരണമെങ്കിൽ നമ്മൾ ഭയപ്പെടണം. എപ്പോഴും ഈമാൻ കാമിലായിട്ട് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈമാൻ കാമിലായ ഒരവസ്ഥയിലുള്ള മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കുറയും കൂടും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അൽ ഈമാൻ കൂടും കുറയും. രാവിലെ മോമിനായ വൈകുന്നേരം കാഫറാകും, വൈകുന്നേരത്തെ മോമിൻ നേരം പോലും പുലരുമ്പോഴേക്ക് കാഫറാകും. ഇതൊക്കെ എത്രയോ തവണ നമ്മൾ കേട്ടതാണ്, റസൂൽ പറഞ്ഞതാണ്.
ثم آمنوا ثم كفروا ثم آمنوا ثم كفروا ثم ازدادوا كفرا. ഈമാൻ ഉണ്ടാകും, മുഅ്മിനാകും, കാഫിറാവും, പിന്നെ മുഅ്മിനാകും, പിന്നെ കാഫിറാവും എന്ന് അള്ളാഹ് പറയാ. മാതു കാഫിറായിട്ട് മരിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ സൂറത്തുകളെ നമ്മൾ ശരിക്കും പഠന വിധേയമാക്കണം. മുഫസ്സലായ സൂറത്തുകൾ അതാണ്. 5 നേരം നമ്മൾ നിസ്കരിക്കുക. അപ്പോ അത് 2 നേരത്തെ നമസ്കാരം നമ്മൾ സ്വന്തം നമ്മൾ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, ചെറിയ സൂറത്തുകൾ ഓതുന്നു, നമ്മൾ സ്വയം ഓതുകയാണ്. 3 നേരത്തെ നമസ്കാരങ്ങളിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഇമാമുമാര് ഉറക്ക ഓതിയിട്ട് നമ്മളെ കേൾപ്പിക്കുക. അതും മുഫസ്സലായ സൂറത്തുകളാണ് നബി ഓതിയിരുന്നത്. കാരണം അത് നമ്മുടെ ഹൃദയവുമായിട്ടാണ് ആ ആയത്തുകൾ വർത്തമാനം പറയുന്നത്. ചില ആയത്തൊക്കെ കേട്ടാൽ കണ്ണ് നിറയാതെയാണ് സുജൂദിലേക്ക് പോകുന്നതെങ്കിൽ നമ്മളത് കേട്ടിട്ടില്ല, നമ്മൾ ഹൃദയത്തിൽ തട്ടിയിട്ടില്ല. നമുക്ക് ആ സമയത്ത് വേറെന്താ ചിന്തയും. ശരിക്ക് ആ സൂറത്ത് കേൾക്കുമ്പോ ഹൃദയമൊന്ന് പിടക്കാതെ കണ്ണ് നിറയാതെയാണ് നമ്മൾ റുക്കോയിലേക്ക് പോയതെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ആ സൂറത്ത് നമ്മളിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല. റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തിൻ ലാ തൻഫഅ. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തിൻ ലാ തൻഫഅ. എപ്പോഴും പ്രാർത്ഥിക്കണം. സൂറത്ത് നാസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം ഇതൊക്കെയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തിൻ ലാ തൻഫഅ. അല്ലാഹുവേ, ഒരു ഉപകാരവും ഇല്ലാത്ത, ഒരു ഉപകാരത്തിലും പെടാത്ത നിസ്കാരമാണ് എന്റെ നിസ്കാരമെങ്കിൽ പടച്ചവനെ കാക്കുന്ന അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തി. നിസ്കാരമാണ് മിൻ സ്വലാത്തി ലാ തൻഫഅ. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തി ലാ തൻഫഅ. 2 വട്ടം പറഞ്ഞാൽ പഠിക്കാൻ ഞാൻ എഴുതിയത് പോയി. കേട്ടുപോയാൽ പറയാം. കേൾക്കലല്ല നമുക്ക് ആവശ്യം. കേൾക്കുന്ന മാത്രം ചെയ്തതാണ് നമ്മളൊക്കെ എല്ലാ പ്രശ്നത്തിനും കാരണം. നമ്മൾ വേദന കേട്ടിട്ടേ ഉള്ളൂ, കുത്തുബ കേട്ടിട്ടേ ഉള്ളൂ, പ്രസംഗം കേട്ടിട്ടേ ഉള്ളൂ. ചെവി മാത്രം സാക്ഷിയായത്, ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. കേൾക്കുന്ന പല കുത്തുബകളിലെ ആയത്തുകളും നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതുണ്ടായാൽ പോലെ അതാണ് നമ്മൾ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തി ലാ തൻഫഅ. ഇന്ന് മുതൽ നമ്മളെ പ്രാർത്ഥനകളിലേക്ക് ഈ പ്രാർത്ഥന കടന്നു വരട്ടെ. ഒരു കൊച്ചു പ്രാർത്ഥന, എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ പ്രാർത്ഥന, മറക്കാൻ സാധ്യതയില്ലാത്ത പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തി ലാ തൻഫഅ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തി ലാ തൻഫഅ. ഇത് പറയട്ടെ, കാണാവട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തി ലാ തൻഫഅ. എന്ന് പറയട്ടെ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അറിയാത്തവരാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന അറിയാത്തവരാണെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ ക്ലാസ്സിൽ വന്നത് പടച്ച തമ്പുരാൻ നിങ്ങളെ എത്തിച്ചതായിരിക്കും. പടച്ച തന്ന ഏറ്റവും വലിയ ഞാനത്തായിരിക്കും. കാരണം എന്താ അറിയോ? യൗമുൽ ഹിസാബിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക നമ്മളെ നിസ്കാരത്തെ കുറിച്ചാണ്. നമ്മളെന്താ മനസ്സിലാക്കി പറയുന്നത്? നിസ്കരിക്കാത്തവനാണ് ഈ പറഞ്ഞതാണ്. എങ്ങനെ? നമ്മളെ ചെറിയ പ്രായത്തിലെ കുട്ടികളൊക്കെ നിസ്കാരം പ്രസംഗിക്കും, എളുപ്പമുള്ള വിഷയമാണ്. അപ്പൊ അതിന് എല്ലാവരും പ്രസംഗിക്കുന്ന സംഗതിയാണെന്ന് തൗഹീദിന് ശേഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. നമ്മളെന്താ മനസ്സിലാക്കിയതാ? അത് നിസ്കരിക്കാത്തവരുള്ള ചോദ്യമാണ്, അല്ലേ? അപ്പൊ നമുക്ക് ആ ഹദീസ് വല്ലാതെ ബാധിച്ചിട്ടില്ല. കാരണം നമ്മൾ പെയ്യുന്നാണെങ്കിൽ 5 നേരം നിസ്കരിക്കുന്നു, അല്ലെ? അതല്ല ചോദ്യം. നിസ്കരിക്കാത്തവനോട് നിസ്കരിക്കാത്തത് എന്തായിരുന്നു എന്ന ചോദ്യത്തിനപ്പുറം നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ആ ചോദ്യം പഠിക്കണം. നിസ്കരിക്കണോനോട് എന്തായിരുന്നു നിസ്കാരത്തിന്റെ അവസ്ഥ? എന്തുത്തരം പറയും? ഇന്നത്തെ സുബഹി ജമാഅത്തായി നിസ്കരിച്ചവർ,
ഒറ്റയ്ക്ക് നിസ്കരിച്ചവരോട് ജമാഅത്ത് നിസ്കരിക്കാത്ത കാരണം എന്ന് ചോദിക്കും. വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന നിർബന്ധം. വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നവന്റെ ഒറ്റയ്ക്കുള്ള നിസ്കാരം സ്വീകരിക്കൂലാണ്. വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നവന്റെ വീട്ടിലെ ഒറ്റയ്ക്കുള്ള നിസ്കാരം അവൻ സ്വീകരിക്കൂലാണ്. അല്ലെങ്കിൽ അവൻ രോഗിയായിരിക്കണം, അല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കണം. ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞതിന് പകരം സല്ലൂ ഫീ ഹാലിക്കും എന്ന് വിളിച്ചു പറയും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുമ്പോൾ പരിനിസ്കരിക്കുക. എങ്ങനെ എങ്ങനെ ഹയ്യ അല സ്വലാ എന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. ആ വിളി കേൾക്കുന്നവർക്ക് ജമാഅത്തിന് പോകാൻ നിർബന്ധം. ആ നിസ്കാരം അടിച്ച് കബൂൽ ചെയ്യണം. അത് കേട്ടിട്ട് നല്ല ആരോഗ്യമുള്ള ഒരാൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തെ കുറിച്ച് പഠിച്ചാൽ ചോദിക്കും. ആ നിസ്കാരം സലാത്തുല്ലാ തൻഫഅണ്. സലാത്തുല്ലാ തൻഫഅണ്, ഉപകാരപ്പെടുന്ന നിസ്കാരം. പിന്നെ ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞതിന് പകരം സല്ലൂ ഫീ ഹാലിക്കും ആര് പറയും? മുഅദ്ദിൻ പറയും. മുഅദ്ദിൻ പറയും. കൊറോണ കാലത്ത് കേട്ടിട്ടുണ്ടാവും. കൊറോണ കാലത്ത് പള്ളിയിൽ നിന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടാവും. സല്ലൂ ഫീ ഹാലിക്കും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് മുഅദ്ദിൻ പറഞ്ഞിട്ട് പറയും സല്ലൂ ഫീ ഹാലിക്കും, വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി. അപ്പോഴാണ് വീട്ടിൽ നിസ്കരിക്കുക. മറ്റത് ജമാഅത്തിന് കിട്ടി വലിയതാ വിളിക്കുന്നത്. ഇനി ജമാഅത്തിന് വന്നു നിസ്കരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു ഇമാം അൽഹാഖ് ഓതി. നമ്മൾ കേട്ടിട്ട് പോകില്ല. നമ്മൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ചോദിച്ചു, അല്ല ഇമാമിന്റെ നിസ്കാരത്തിൽ ഏതൊക്കെ സൂറത്ത് ഓതിയത്? അപ്പൊ തന്നെ പറഞ്ഞ ഇതേപ്പത് സൂറത്ത് അറിയില്ല, ആയിട്ട് ഓർമ്മയില്ല. എങ്കിൽ ആ നിസ്കാരം സലാത്തുല്ലാ തൻഫഅണ്. പഠിച്ചോക്കാക്കട്ടെ. സലാത്തുല്ലാ തൻഫഅണ്. പ്രാർത്ഥിക്കണം. അപ്പോഴും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തില്ലാ തൻഫഅ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സുനൻ അബൂ ദാവൂദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സുനൻ അബൂ ദാവൂദിലെ ഹദീസാണിത്. മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തില്ലാ തൻഫഅ. അപ്പൊ നിസ്കാരം അങ്ങനെ ആവാതിരിക്കാനാണ് സഹോദരങ്ങളെ നമ്മൾ ഈ ചെറിയ മുഫസ്സലായ സൂറത്തുകൾ പഠിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൂറത്തിൽ നാസ് അതിൽപ്പെട്ട ഒരു സൂറത്താണ്. അതുകൊണ്ട് അതിന്റെ പ്രത്യേകതകളും പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വന്നത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നമ്മൾ പഠിച്ചു. എന്താണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്? ഖുൽ നബിയെ പറയുക. ഖുൽ അഊദു അർത്ഥം പറഞ്ഞോളെ. ഞാൻ രക്ഷ ചോദിക്കുന്നു. ആരോട്? ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ആരാണ് റബ്ബുൻ നാസ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അറിഞ്ഞിട്ട് പറയണം. അറിയാതെ പറയുന്നത് അത് നിഫാഖിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹിനോടൊരു കാര്യം പറയുമ്പോൾ, അള്ളാഹിനെ വിളിച്ചിട്ട് അള്ളാഹുവേ നീ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് അറിയാതെ പറഞ്ഞാൽ അതിലൊരു ആത്മാർത്ഥത ഇല്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കരഞ്ഞിട്ട് പറയില്ല. ഇപ്പൊ അതെപ്പോഴാണ് മനസ്സ് തട്ടുമ്പോഴാണ് പറയാം, അല്ലെ? മനസ്സ് തട്ടുമ്പോൾ നമ്മൾ പറയും. അത് അപ്പൊ നമ്മൾ മനസ്സ് തട്ടി പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയും. പടച്ചവനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ശരിക്കും അറിഞ്ഞിട്ട് പറയണം, മനസ്സിലാക്കിയിട്ട് പറയണം. റബ്ബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒന്നും ഹൃദയത്തിൽ തട്ടാതെ പോകരുത്. കാരണം ഹൃദയത്തിൽ തട്ടാതെ കൂടിയാണ് ഇഖ്ലാസ് ഇല്ലാത്തെന്ന് പറയാം. ആ ഇഖ്ലാസ് ഇല്ലാത്തതിനുള്ള അള്ളാഹ് സ്വീകരിക്കുക. അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാൻ. വമാ ഉമിറു, കൽപ്പന ഇല്ല. ഇല്ലാതെ അബ്ദുല്ലാഹ മുഖ്ലിസിനെ ലോകത്ത് ഇഖ്ലാസ് ഇല്ലാത്തൊരു ഇബാദത്ത് കൽപ്പന. അപ്പം അതിനാണ് റബ്ബുൻ നാസ് ആരാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തുകൾ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയത്തുകൾ സഹിതം അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് കേട്ടിട്ട് അത് എഴുതിയിട്ട് പഠിക്കണം. റബ്ബുൻ നാസ് ആരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞത് മലിക്കിൻ നാസ്, അല്ലെ? മലിക്കിൻ നാസ് എന്താണ്? ജനങ്ങളുടെ രാജാവായ അല്ലാഹു. ഏതാണ് ആ രാജാവ്? രാജാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് നമ്മുടെ നാട്ടിലെ നമ്മൾ പഠിച്ച ചരിത്രത്തിലെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ചരിത്രത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജാവിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ജനങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ അത് വരാനേ പാടില്ല. മറിച്ച് അത് വരാതിരിക്കണമെങ്കിൽ ഈ മലിക്കിൻ നാസ് ആരാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് ഇതാ വരിക, പടച്ചോനെ ദുനിയാവിലെ ഒരു വസ്തുവുമായിട്ട് സമപ്പെടുത്താൻ പാടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഒന്നുമായിട്ടും അള്ളാഹിനെ താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ മലിക്കിൻ നാസ് എന്നത്
നമുക്കറിയില്ല എങ്കിൽ, ആ മലിക്കാരാണ് എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ, ഏതോ ഒരു രാജാവിനെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുപോകും. വരാൻ പാടില്ല. അതിനെ മലിക്കുന്ന ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് നമ്മൾ പറയുകയുണ്ടായി, അല്ലെ? ഏതായിരുന്നു ആയത്ത്? ഓക്കെ. ഇനി സൂറത്തിൽ മുഅ്മിനൂൻ മരിക്കാം. 23-ാമത്തെ സൂറത്തിൽ മുഅ്മിനൂൻ മരിക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ നിർബന്ധമായും പഠിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. ഞാൻ വീണ്ടും പറയും, സൂറത്തുൽ മുഅ്മിനൂന്റെ പ്രത്യേകത, ഇതിന്റെ തുടക്കം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ്. മുഅ്മിനായി ജീവിച്ചു മരിച്ചവൻ വിജയിച്ചു എന്നാണ്. അല്ല, അങ്ങനെ ജീവിച്ചു മരിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് മുഅ്മിനായവൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ പോലെ മതിയോ? ആണോ? ഒരാള് മുഅ്മിനാണോ അല്ലെന്ന് തീരുമാനിക്കപ്പെടുന്നപ്പോഴാണ് മരണസമയം. എന്താ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ മുസ്ലിമാന്ന് പറഞ്ഞ മുഅ്മിനാന്ന് പറയണ്ട. മുഅ്മിനാണോ എന്ന് തീരുമാനിക്കുക. ഈമാൻ കിട്ടി മരിക്കണം, അപ്പോഴേ മുഅ്മിനാവുള്ളൂ. എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുഅ്മിനാകുന്നു കാഫിറാകുന്നു, മുഅ്മിനാകുന്നു കാഫിറാകുന്നു, കാഫിറായിട്ട് മരിക്കുന്നു. കാഫിറായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു മതത്തിന് പുറത്തു പോയി മരിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. മതം വിട്ടു പോയിട്ട് മരിക്കാന്നല്ല. ഈമാൻ ഇല്ലാത്ത അവസ്ഥക്കാണ് കാഫിർ എന്ന് പറയുന്നത്. ഒരാൾ മുഅ്മിനാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന സമയപ്പെടാം മരണസമയത്താണ്. അവൻ ഈമാൻ കിട്ടി മരിച്ചോ മുഅ്മിനാണ്, അല്ലാത്ത മുഅ്മിനല്ല. അത് ഇപ്പൊ എനിക്ക് ഞാൻ മുഅ്മിനാണോ ചോദിച്ചാൽ ഞാൻ മുഅ്മിനാണെന്നല്ല പറഞ്ഞു, ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ മുഅ്മിനാവോ ഇല്ല എന്നുള്ളത്, മുഅ്മിനാകാനാണ് എന്റെ ആഗ്രഹം, മുഅ്മിനായിട്ട് മരിക്കാനാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ മുഅ്മിനാണെന്ന് പറയാൻ ധൈര്യം ഇല്ല. പറഞ്ഞ മനസ്സിലായില്ല? മനസ്സിലാവണ്ട എങ്കിൽ ഈ സൂറത്ത് പഠിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ട് ഈ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നബിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചില്ല. ഈമാനുള്ള മുസ്ലിം, ഈമാനുള്ള മുസ്ലിം, മുസ്ലിമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? മുഅ്മിനായിട്ട് മരിക്കില്ല, മുഅ്മിനായിട്ട് മരിക്കില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുഅ്മിനാണോ ചോദിച്ചാൽ മുസ്ലിമാണെന്ന് പറയാം. എന്താണ് ഈ സൂറത്തിന് അവസാനത്തായിട്ട് നബിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം. ഈ സൂറത്തിന്റെ തുടക്കം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈ സൂറത്തിന്റെ അവസാനം ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ നബിക്ക്. അത് ആർക്കുള്ള പ്രാർത്ഥന എന്നറിയോ? ആർക്കുള്ള പ്രാർത്ഥന? മുഅ്മിനായി മരിച്ചൊരു മനുഷ്യർക്കുള്ള പ്രാർത്ഥന. മുഅ്മിനായി മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവസാനിക്കുന്ന സൂറത്താണ് ഇത്, സൂറത്തുൽ മുഅ്മിനൂൻ. വഖുർ റബ്ബി ഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. മഗ്ഫിറത്തും മർഹമത്തും കൊടുക്ക് പടച്ചവനെ. ആ പ്രാർത്ഥന സൂറത്ത്. അപ്പൊ ഈ സൂറത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് വേണം ഈ ആയത്ത് കേൾക്കാൻ. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന ആയത്തുകൾ അല്ലാഹു മലിക്കാണ്, അല്ലാഹു മലിക്കാണ്, മലിക്കുന്നാസാണ്. ഇത് മനസ്സിലാക്കാൻ അല്ലാഹു മലിക്കാണ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്താണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ 101-ാമത്തെ ആയത്ത് മുതൽ വായിച്ചു. 101-ാമത്തെ ആയത്ത് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഊതി ആയത്തുണ്ടാക്കും
നമ്മളെ നെഞ്ചകം തകർത്ത് കളയുന്ന ആയത്താണ്. എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നൊരവസ്ഥ, എല്ലാ രക്തബന്ധവും, എല്ലാ കുടുംബ ബന്ധങ്ങളും, എല്ലാ കെട്ടുബന്ധങ്ങളും, എല്ലാ സൗഹൃദ ബന്ധങ്ങളും എല്ലാം മുറിഞ്ഞു പോയി, ആരുമില്ലാതെ ഒറ്റക്കാലുന്നൊരവസ്ഥ. ഈ ആയത്ത് 101-ാമത്തെ തുടക്കം ഒന്നാണ്. കാഹളത്തിൽ എഴുതപ്പെട്ടാൽ അന്നേ ദിവസം ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഏട്ടൻ, അഞ്ചൻ, അങ്ങളെ, പെങ്ങള്, വാപ്പ, ഉമ്മ, മക്കള്, കൂട്ടുകാർ, ഒരു ബന്ധം ഉണ്ടാവില്ല. യഥസാരും ചോദിക്ക പോലെ ചെയ്യൂലാണ്. എൻ്റെ മോനെവിടെ ഒരു ഉമ്മ ചോദിക്കൂല. ആലോചിച്ച് നോക്കി, ദുനിയാവില് നമ്മളെ ഉമ്മ നമ്മളെപ്പറ്റി ചിന്തിക്കാത്തൊരു നിമിഷം ഉണ്ടാവും. എത്ര വയസ്സായി ഉമ്മ ആവട്ടെ, നമ്മൾ എവിടെ ആവട്ടെ, നമ്മളെ ഉമ്മാനെ പറ്റി ചിന്തിക്കും. പക്ഷെ ഉമ്മ നമ്മളെപ്പറ്റി ചിന്തിക്കും. ഉമ്മാക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടുമ്പോൾ എൻ്റെ കുട്ടി വെള്ളം കുടിച്ചോ ഉമ്മ ചിന്തിക്കും. ഉമ്മ നമ്മളെപ്പറ്റി ആലോചിക്കും. നമ്മൾ എവിടെയായിരുന്നാലും ഉമ്മാന്റെ മനസ്സിൽ നമ്മളുണ്ടാവുക. മക്കളില്ലാത്ത അവസ്ഥ മനസ്സിൽ. ഉമ്മ ഏതെങ്കിലും ഒരു റൂമിൽ സുഖമില്ലാതെ ഉമ്മ ഒരു അർദ്ധബോധാവസ്ഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ പോലും ഉമ്മാന്റെ മനസ്സിലെപ്പോഴും നമ്മളെപ്പറ്റി ചിന്ത ഉണ്ടാവും. നമ്മളെപ്പറ്റി ഉമ്മ ആലോചിക്കുക. എൻ്റെ മോന്റെ അവസ്ഥ എന്താണ്, എൻ്റെ മോളെ അവസ്ഥ എന്താണ്. എത്ര ഉയർന്ന അവസ്ഥയിൽ അവർ ജീവിക്കുന്നുണ്ട് ആ ഉമ്മ അറിയുണ്ടെങ്കിലും ആ ഉമ്മാക്ക് മക്കളെ കുറിച്ച് ബേജാറുണ്ടാവുള്ളൂ. എത്ര ഉന്നതമായ അവസ്ഥയിൽ, എത്ര വലിയ സൗകര്യങ്ങളുള്ള അവസ്ഥയിൽ, എത്ര വലിയ രാജ്യങ്ങളിലൊക്കെയാണ് മക്കൾ ഒരുപാട് ദൂരെയാണ്. പക്ഷെ അവർ ഉയർന്നപ്പോൾ നല്ല ജീവിതമാണ്, എല്ലാ നിലക്കും നല്ല മെച്ചങ്ങളുള്ള നല്ല സൗകര്യങ്ങളുള്ള ജീവിതമാണ്. എങ്കിൽ പോലും അവർക്ക് ഭക്ഷണത്തിന് പ്രയാസമില്ല, മരുന്നിന് പ്രയാസമില്ല, ചികിത്സക്ക് പ്രയാസമില്ല. ഐശ്വര്യപൂർണമായ ജീവിതമാണ് എൻ്റെ മക്കളുടേതെന്ന് ഒരു ഉമ്മാക്ക് അറിയാമെങ്കിൽ പോലും ഉമ്മ മരുന്ന് കുടിക്കുമ്പോൾ ഉമ്മ മക്കളെ പറ്റി അറിയിക്കും. മക്കളെ രോഗത്തെക്കുറിച്ച് അമ്മ ചിന്തിക്കുക, ഉമ്മാന്റെ അസുഖത്തെക്കുറിച്ചല്ല അമ്മ ചിന്തിക്കുക. ഉമ്മ ചിന്തിക്കല് ഉമ്മാന്റെ അസുഖത്തെ കുറിച്ചല്ല. ഉമ്മാന്റെ അസുഖത്തിന് മരുന്ന് കുടിക്കുമ്പോൾ ഉമ്മാന്റെ മക്കളെ കുറിച്ച് അമ്മ ചിന്തിക്കുക. അള്ളാഹ് പറയാണ് ആ ഉമ്മ മക്കളെ ചോദിക്കൂലെന്ന്. നമ്മളൊക്കെ ഉമ്മാര് എത്ര വട്ടം നമ്മളെ ചോദിക്കും, മോനെവിടെ, മോളെവിടെ. നമ്മൾ രാവിലെ കണ്ടാലും ഉമ്മാക്ക് വൈകുന്നേരം നമ്മളെ കാണണം, രാവിലെ കണ്ടാൽ ഉച്ചയ്ക്ക് കാണണം, അല്ലെ? രാവിലെ വന്ന് വൈകുന്നേരം നമ്മളെ കണ്ടിരിക്കാൻ പിറ്റേന്ന് കണ്ട അമ്മ ചോദിക്കും എത്ര ദിവസം ജോലികളെ എന്നെ കണ്ട് എത്ര ദിവസം ചോദിക്കും. ഇവിടെ രാവിലെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഉമ്മാക്ക് ഉമ്മാന്റെ ചോദ്യം എങ്ങനെ വരിക? ആ ഉമ്മാനെ പറ്റി എന്താ പറയാ, ഉമ്മ ചോദിക്കൂല എൻ്റെ കുട്ടി എവിടെ, ഉമ്മ ചോദിക്കൂല. എൻ്റെ കുട്ടിനാണ് വിളിച്ചോളൂ, എൻ്റെ കുട്ടിനെ ഞാൻ തരാം, അവരെ നരകത്തിലിട്ടിട്ടെങ്കിലും എൻ്റെ തടി രക്ഷപ്പെടുത്തണമെന്ന് പറയുന്ന സഭ പറയുന്നു. സഹോദരങ്ങൾ, നമ്മളിവിടെ ജീവിക്കുകയാണ്. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. കൂട്ടുകെട്ട്, ഈ സൗഹൃദങ്ങളൊക്കെ പല തിന്മകളും ചെയ്യുന്നത്, പല തിന്മകളും പല നന്മകളും വേണ്ടാന്ന് വെച്ചത് ഇതിനൊക്കെ ആണെങ്കിൽ അള്ളാഹ് പറയാണ് എങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരു ലോകം വരാനുണ്ട്, ഒരു ജീവിതം വരാനുണ്ട്. അതിൻ്റെ ആർക്കും ഒരു സംശയവും വേണ്ട. ഈ ആയത്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കേണ്ട ആയത്തുകളാണ് ഈ ആയത്തുകൾ. ഇതൊക്കെ നമ്മൾ അർത്ഥം അറിഞ്ഞിട്ട് വേണം ഈ ആയത്തുകൾ ഓതാൻ. എന്നിട്ട് അള്ളാഹു അവസാനം മനുഷ്യരുടെ രാജാവ് ആരാണെന്നിലേക്കാണ് അള്ളാഹു നമ്മളെ മലിക്കുന്നാസിലേക്കാണ് അള്ളാഹു കൊണ്ടുപോകുന്നത്. ശരി, ആയത്തുകൾ കേൾക്കാം. 101-ാമത്തെ ആയത്തുകൾ.
ആയത്. فتعالى الله الملك الحق فتعالى الله الملك അത് ശരിക്കും ശ്രദ്ധിക്കണം. ഫ എന്നിട്ടാണ് തആല എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ തആല എന്ന വാക്കാണ് ഫതആല. ഫ ആകയാൽ, ശ്രദ്ധിക്കണം, ആകയാൽ. അതുകൊണ്ട് ഈ ആകയാൽ എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറയുന്നു. തആല, അല്ലാഹു ഉന്നതനായിരിക്കുന്നു, അല്ലാഹു മഹാനായിരിക്കുന്നു. ആകയാൽ അല്ലാഹു മഹാനായിരിക്കുന്നു. ആരാണ് അല്ലാഹ്? അൽ മലിക്, രാജാവാണ്. അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാവ്. യഥാർത്ഥ രാജാവായ അല്ലാഹു ഉന്നതനായിരിക്കുന്നു, മഹാനായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. ഹുവ റബ്ബുൽ അർശിൽ കരീം, അർശുൽ കരീമിന്റെ നാഥൻ അവനാണ്. ഇവിടെ ഫതആല, അവിടെയാണ് ആകയാൽ. ആ ഫാദ് തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് ഫഇദാ നുഫിഖ ഫിസ്സൂരി. അള്ളാഹു മലിക്കാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് എൻ്റെ റബ്ബ്, ജനങ്ങളെ റബ്ബ്, ജനങ്ങളെ രാജാവ് എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ ഈ ആകയാൽ ഇതിന് മേലെ പറഞ്ഞ കാര്യങ്ങളും പഠിക്കണം. മനസ്സിലായില്ല? നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ഈ ആദ്യത്തെ ഭാഗം മുഴുവൻ വായിക്കപ്പോൾ സമയമില്ല, ആ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിന് ആദ്യത്തെ ആയത്തിൽ 2-3 അർത്ഥം മാത്രം പറയാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഫൈദാ നുഫിഖ ഫിസ്സൂർ, 101-ാമത്. ഫൈദാ നുഫിഖ ഫിസ്സൂർ, കൈവക്കണം വായിക്കുന്നതാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ. കാഹളത്തിൽ എത്ര ഊത്തുണ്ട്? 3 ഊത്ത് കാഹളത്തിലുണ്ട്. 3 ഊത്ത്. ആദ്യത്തെ ഒരു ഊത്ത് ഖുർആനിലെ 3 ഊത്ത് കാണും. ആദ്യത്തെ ഊത്ത് എല്ലാം ബോധം കെട്ടിപ്പോകുന്ന. രണ്ടാമത്തെ എല്ലാം നശിപ്പിക്കപ്പെടുന്ന ഊത്താണ്. മൂന്നാമത്തെ ഊത്ത് എല്ലാം ഏൽപ്പിക്കപ്പെടുന്നതാണ്. ഈ മൂന്നാമത്തെ ഊത്ത് ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ ഒരു ബന്ധങ്ങളും ഉണ്ടാവില്ല. നസബ് എന്ന് പറഞ്ഞ കുടുംബ ബന്ധമാണ്. ഒരു ബന്ധങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവില്ല. വലാ യതസാഅലൂന, അവർ പരസ്പരം അന്വേഷിക്കുക പോലും ചെയ്യില്ല, ചോദിക്കുക പോലും ചെയ്യില്ല. എവിടെയാണ് ചോദിക്കുക പോലും ചെയ്യില്ല. ഫമൻ സഖലത് മവാസിഹു, അവിടെ ഓരോരുത്തരും അവനവന്റെ കാര്യം. വമൻ ഖഫമൻ സഖലത് മവാസിഹു, ആരുടെ നന്മയുടെ കനം തൂങ്ങിയോ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ രക്ഷപ്പെടും. ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ രക്ഷപ്പെടും. അപ്പൊ ഈ നിസ്കാരം കനം തൂങ്ങണം എന്നാണ്. അതാ തുലാസിൽ ഒരു പ്രയോജനമില്ലാത്ത നിസ്കാരം ആവരുത്. അതാണ് സ്വലാത്തില്ലാത്ത. ഓരോരുത്തർക്കും അവനവന്റെ കർമ്മങ്ങൾ, അതാണ് നാളെ പരലോകത്തിൽ വരിക. അവൻ രക്ഷപ്പെടും. അവൻ ഹഫത്ത് മവാസിനുഹു, ആരുടേത് കുറഞ്ഞുവോ, ആരുടേതാണോ കുറഞ്ഞത് അത് എടുക്കാൻ പറ്റില്ല. കടമില്ല, ലോണില്ല, പരസ്പരം കണ്ട് മാറ്റാൻ പറ്റില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, എടുക്കാനൊന്നും പറ്റില്ല. കുറഞ്ഞുവോ സ്വന്തത്തെ അവനവനെ തന്നെ നഷ്ടപ്പെടുത്തിയവരാണ്. അവനവനെ സ്വയം നഷ്ടപ്പെടുത്തി വന്നവനാണ് അവൻ. ഒരു ജീവിതം പടച്ചോൻ തന്നിട്ട്, സുന്ദരമായ ഒരു ജീവിതം പടച്ചോൻ തന്നിട്ട്, ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ട് തോറ്റു വന്നവനാണ്. മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ ജയിച്ചോനാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, തോറ്റു വന്നവനാണ്. ജീവിതത്തിൽ തോറ്റവനാണ്. ഹസ്റു അൻഫുസഹും, സ്വയം തോറ്റ് സമ്മതിച്ചു വന്നവനാണ് അവൻ. ഖഫത്ത് മവാസിനുഹു, അവന്റെ കർമ്മങ്ങളുടെ തുലാസ് കനം കുറഞ്ഞാൽ അവരെ ഫി ജഹന്നമ ഖാലിദൂൻ, നരകത്തിൽ അവർ നിത്യവാസികളായി. ആ നരകത്തിന്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോണത്. എന്നിട്ട് അവർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇത് പറഞ്ഞു വന്നിട്ടാണ് മലിക്കിൻ നാസ് നമുക്ക് അതിലേക്ക് എത്താൻ പോകുന്നതാണ്. അവിടേക്കാണ് അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കുക, അങ്ങനെ സൂറത്തിനാ സൂര്യ ഒരിക്കലും മറക്കൂല. അത് ഹൃദയത്തിൽ അവിടെ ഉണ്ടാവും. അത് സ്വീകരിക്കപ്പെടും. അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടും, അതുകൊണ്ടുള്ള പ്രതിഫലം കിട്ടും. എന്താണോ അള്ളാഹു കൽപ്പിച്ചത്, എന്തൊക്കെയാണോ അള്ളാഹു വാഗ്ദാനം ചെയ്തത്, അത്
അത് മുഴുവൻ നമുക്ക് ലഭിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപെടുന്നു മരണപ്പെട്ടു വരുന്ന അള്ളാഹുവിന്റെ കലാമ് പഠിക്കാനുള്ള ഈ മനസ്സ് മരണം വരെ അള്ളാഹു നൽകി തരുമാറാവട്ടെ. ഇവിടെ വെച്ച് എങ്ങനെയാണ് മരണമെങ്കിലും ഇലാഹ എന്ന കരിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളുടെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവരും കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ ഏർപ്പാടിലും നമ്മുടെ കച്ചവടത്തിലുമെല്ലാം അള്ളാഹു എളുപ്പവും നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين.